receive him. അവനെ വിശ്വാസത്താൽ സ്വീകരിക്കുക. And what he possessed will be yours. അവൻ കൈവശമാക്കിയിരിക്കുന്നത് മുഴുവനും നിന്റെ സ്വന്തമാണ്. പെട്ടെന്ന് ശബ്ദം. Can you see? കാണാമോ? Anything? എന്തെങ്കിലും കാണുന്നുണ്ടോ? He looked up. മുകളിലേക്കാ നോക്കിയത്. Looked up. മുകളിലേക്ക് നോക്കി. Everybody look up. എല്ലാവരും മുകളിലേക്ക് നോക്കിയാട്ടെ. Come on, look up. മുകളിലേക്ക് നോക്കിയാട്ടെ എല്ലാവരും. He looked up. എല്ലാവരും മുകളിലേക്ക് നോക്കി. He said, I see men like trees. ആ മനുഷ്യൻ പറയുകയാണ് മനുഷ്യരെല്ലാം മരങ്ങൾ പോലെയാണെന്ന്. Men don't fly in the air. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, അന്തരീക്ഷത്തിലോ വായുവിലോ മനുഷ്യൻ പറക്കുമോ? When you look up, you see trees. ആ മുകളിലേക്ക് നോക്കിയപ്പോൾ മരങ്ങളെ കാണുന്നുവെന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. You don't see people when you look up. അതെ, മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനുഷ്യരെ കാണാൻ കഴിയുന്നത്? When Jesus spat on his eyes അവന്റെ കണ്ണിൽ യേശു തുപ്പിയപ്പോൾ and asked him, do you see? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ He was supposed to look around him. അവന്റെ ചുറ്റുപാടുമാണ് അവൻ നോക്കേണ്ടത്, Not up. മുകളിലേക്കല്ല When he നോക്കേണ്ടത്. looked up, മുകളിലേക്ക് നോക്കിയപ്പോൾ he saw trees. മരങ്ങളെ കാണുന്നു എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. That is why many Christians miss the blessing of God, because they will not listen to very simple, specific directives. അതുകൊണ്ടാണ് അനേകരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. കാരണം ദൈവം പറയുന്ന ആ പ്രത്യേകമായ കാര്യം ശ്രദ്ധിച്ച് കേട്ട് അത് ചെയ്യുന്നില്ല. Look up. മുകളിലേക്ക് നോക്കൂ. I see men like trees. അതെ, മരങ്ങളെ പോലെ, മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നു. Human beings മനുഷ്യർ are flying like trees. മരങ്ങൾ പോലെ പറക്കുകയാണ്. How many of you know that is not correct? അത് ശരിയല്ലെന്ന് എത്ര പേർക്കറിയാം? Listen. ശ്രദ്ധിക്കൂ. In a service where Jesus is, യേശു ഉള്ളതായ ഒരു മീറ്റിംഗിൽ, ഒരു യോഗത്തിൽ, at times the healing takes time. അതെ, സൗഖ്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ The power of the Holy Spirit will touch you. പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. But you have to exercise your faith. You have to open your eyes, check your ears, stand on your foot. You have to now put actions to your faith. നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ സ്പർശിച്ചു നോക്കണം, നിങ്ങൾ ചാടി നോക്കണം, നിങ്ങൾ അനങ്ങി നോക്കണം. അങ്ങനെ നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. God has his part. You have your part to play. അത് ദൈവം തന്റെ ഭാഗം ചെയ്യുന്നു, നിങ്ങൾക്കും ചെയ്യുവാനൊരു ഭാഗമുണ്ട്. He met a man who was crippled. അതെ, മുടന്തനായ മനുഷ്യനെ അവൻ തൊടുകയാണ്. So rise up, take your mat and walk. എഴുന്നേൽക്കുക, നിന്റെ കിടക്ക എടുത്ത് നടക്കുക. Rise up, എഴുന്നേൽക്കുക, take your mat നിന്റെ കിടക്ക എടുക്ക, and walk. നടക്ക. Jesus didn't take the mat for him. അവന് വേണ്ടി അവന്റെ കിടക്ക യേശു എടുത്തിട്ടൊന്നുമില്ല. He told him to rise up. അവനോടാ പറയാ നിന്റെ കിടക്ക എടുക്കാനായിട്ട്. It was a command. അതൊരു കൽപ്പനയായിരുന്നു. He didn't touch him. അവനെ തൊട്ടില്ല. He spoke. അവനോട് സംസാരിച്ചു. And tonight, ഇന്ന് രാത്രി, as I speak in the name of Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞാൻ അരുളി ചെയ്യുമ്പോൾ എവിടെ നിങ്ങളായിരിക്കുന്നുവോ, you must experience the glory of God. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ശരീരത്തിന് ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. You have to reach out with your faith. നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ കരം നീട്ടി ആ വിശ്വാസത്താൽ നിങ്ങളുടെ സൗഖ്യം നിങ്ങൾ പ്രാപിക്കുക. Faith in Jesus. യേശുവിലുള്ള വിശ്വാസം. Men like trees. മനുഷ്യൻ മരങ്ങളെ പോലെ. Then Jesus touched the eyes. പിന്നീട് യേശു ആ കണ്ണുകളെ തൊട്ടു. Notice this. ശ്രദ്ധിക്കുക. First out of the village. ഒന്നാമത് ഊരിന് പുറത്തു കൊണ്ടുപോയി. Second, രണ്ടാമത് അവന്റെ കണ്ണുകളെ തുപ്പി. third, മൂന്നാമത് touch. അവന്റെ കണ്ണുകളെ തൊട്ടു. When the people brought him to Jesus, യേശുവിന്റെ അടുക്കലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ what did they ask Jesus to do? യേശു എന്ത് ചെയ്യുവാനായിട്ടാണ് അവര് പറഞ്ഞത്? To touch him. അവനെ സ്പർശിക്കുവാനല്ലേ? But there was a process before that touch will come. First, out of that locality, out of the people that know you with the sickness, get out of them. That is why I tell you to come up and testify. Get out. You move out. Number two, he did something extraordinary over the eyes by spitting. Third, the touch. Then the miracle happened.
ഇന്ന് രാത്രി പ്രിയ ദൈവമക്കളെ, ഈ മനുഷ്യൻ സൗഖ്യമായത് ഒരു പ്രക്രിയയിലൂടെ പടിപടിയായിട്ടുള്ളതായ ചില കാര്യങ്ങൾ അവിടെ നടന്നതുകൊണ്ടാണ് ഈ മനുഷ്യർ യേശുവിനോട് പറഞ്ഞത് അവനെ തൊടുക എന്നുള്ളതാണ്. പക്ഷെ തൊടുന്നതിന് മുമ്പ് ആദ്യം യേശു ചെയ്തത് ഈ മനുഷ്യനെ അവിടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി, ഊരിന് പുറത്തു കൊണ്ടുപോയി അവരുടെ ബന്ധുക്കളിൽ നിന്ന് വിടുവിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സൗഖ്യമാകുമ്പോൾ മുമ്പോട്ട് ഓടി വന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത്. അങ്ങനെ യേശു ചെയ്തു. അതിനുശേഷം യേശു ഇവന്റെ കണ്ണുകളെ തുപ്പി. അതിനുശേഷമാണ് യേശു ഇവന്റെ കണ്ണുകളെ സ്പർശിച്ചത്. At times it may start when you start worshiping the Lord. ദൈവത്തെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ആ രോഗസൗഖ്യത്തിന്റെ ആരംഭം. Thank you, Jesus. കർത്താവേ, അങ്ങേക്ക് നന്ദി. Thank you, Jesus. 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 And now the Lord will begin to touch you. അങ്ങനെ നിങ്ങൾ പാടുവാനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവ് നിങ്ങളെ തൊടാൻ ആരംഭിക്കും. Don't stop singing. അത് നിർത്തരുത്. നിങ്ങൾ തുറമാനമായി പാടുക. Continue. തുടർന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ Don't run away from the doctor's office. അത് ഡോക്ടറുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകരുത്. Stay in the office. ആ റൂമിൽ തന്നെ, ഡോക്ടറുടെ റൂമിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. Don't be talking to the people when the doctor is talking to you. വൈദ്യൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന മനുഷ്യരോടല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. Because he might say take it 2 times every day, and because you are talking to somebody, you will not hear the instruction. ഡോക്ടർ നിങ്ങളോട് പറയും ഈ മരുന്ന് ദിവസത്തിൽ 2 പ്രാവശ്യം എടുക്കണമെന്ന്. ഡോക്ടർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വേറെ മനുഷ്യരോട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഡോക്ടർ മരുന്നിനെ കുറിച്ച് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുകയില്ല. You stay. അവിടെ നിങ്ങൾ കാത്തിരിക്കുക. Concentrate. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. Take off your mind from any human being. മറ്റു മനുഷ്യരിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധയെടുക്കുക. And your mind on the great healer. അതേ സൗഖ്യദായകനായ അവരിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. And as you continue to worship him, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നിങ്ങൾ തുടങ്ങി. he continues to remove the virus out of your body. He നിങ്ങളുടെ continue to remove the pain. He continue to flow through your blood veins. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് രോഗബാധയുള്ളതായ വൈറസുകളെ പുറത്തെടുക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ രോഗങ്ങളെ അവൻ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നിങ്ങളെ സ്പർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. This man, ഈ മനുഷ്യൻ was healed. സൗഖ്യമായി. I can see. ഇപ്പോൾ എനിക്ക് കാണാം. Jesus said, wonderful. യേശു പറഞ്ഞു, അത്ഭുതം. Don't go back to the village. നീ ഊരിലേക്ക് മടങ്ങി പോകരുത്. You know why? എന്തുകൊണ്ടാ? The problem of his eyes was connected to the people in the village. ആ ഗ്രാമത്തിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ മനുഷ്യന്റെ കണ്ണിന്റെ പ്രശ്നം. Jesus sent him home to his house, not the village. ഗ്രാമത്തിലേക്കല്ല, ഊരിലേക്കല്ല യേശു ഈ മനുഷ്യനെ അയച്ചത്. അവന്റെ സ്വന്തം ഭവനത്തിലേക്കാണ് അയച്ചത്. In other words, his house was outside the village. അതിന്റെ അർത്ഥം ഊരിന് പുറത്താണ് ഈ മനുഷ്യന്റെ വീട് എന്നുള്ളതാണ്. He told him specifically, don't go back to the village. പ്രത്യേകമായി തന്നെ യേശു പറഞ്ഞു, നീ ഊരിലേക്ക് പോകരുത്. My brother and sister, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, that is why many people get healed in a service and the sickness comes back again, because there is a village you should not enter again. There is something you are not supposed to do again. അതുകൊണ്ടാണ് പല മനുഷ്യർ സൗഖ്യമാകുവാൻ കഴിയാത്തത്. കാരണം ഇവന് പുറത്ത് വില്ലേജിലേക്ക് വീണ്ടും പോകുകയാണ്. പക്ഷെ യേശു ആഗ്രഹിക്കുന്ന, നീ സൗഖ്യമായാൽ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക്, ഊരിലേക്ക്, വില്ലേജിലേക്ക് നീ പോകരുത് എന്നാണ്. Some of you, because of bitterness in your heart against people, the demons can afflict you with diseases because you have imprisoned many people in your heart. You hate people in your heart. Listen, God can heal you tonight, but if the hatred is still there, Satan can